ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണല്ലേ. കൊറോണ എന്ന ഈ മാരക വൈറസ് നമ്മുടെയൊക്കെ പഠനത്തെ ബാധിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും വീട്ടിലകപ്പെട്ട് ജോലികളൊക്കെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ തുല്യതാ പഠനവും ചെറിയൊരു പ്രതിസന്ധിയിലാണ്. വളരെ ലൈവായി കണ്ടെടുക്കേണ്ട വളരെ മനോഹരമായൊരു ക്ലാസ് നിങ്ങളൊക്കെ നേരിട്ട് പരിചയപ്പെടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, പക്ഷെ ഞാൻ ആദ്യമായി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വളരെ ധീരമായൊരു തീരുമാനം എടുത്തവരാണ്. യു ടേക്ക് എ ഗ്രേറ്റ് ഡിസിഷൻ ഇൻ യുവർ ലൈഫ്. വാട്ട് ഈസ് ഇറ്റ്? നിങ്ങൾ വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ തീരുമാനം 10ാം ക്ലാസ് എഴുതാൻ തീരുമാനിച്ചു എന്നത് തന്നെയാണ്. പലരും പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാതെയോ അല്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെട്ടോ ഒക്കെ വീണ്ടും തുല്യത എഴുതാൻ നിർബന്ധിതരായവരാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ആദ്യമായി നിങ്ങളൊക്കെ എടുത്ത ഈ വലിയ തീരുമാനത്തിന്. നിരവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിന്ന് എൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കാനുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. കഴിഞ്ഞ 8 വർഷങ്ങളായി അച്ചൂർ തുല്യത പഠന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞാൻ. ആ ഒരു ധൈര്യത്തിൽ നിങ്ങളോട് നിങ്ങൾക്ക് നല്ല ഒരു മോട്ടിവേഷണൽ ക്ലാസ്സാണ് തൽക്കാലം ഇന്ന് എടുക്കാൻ തീരുമാനിക്കുന്നത്. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ ചാപ്റ്ററുകളുടെ ഓരോ ഭാഗങ്ങൾ എടുക്കാം. കഴിഞ്ഞ 8 വർഷമായി എടുത്തിരുന്ന പുസ്തകങ്ങളല്ല, പാഠഭാഗം മാറിയിട്ടുണ്ട്, പാഠപുസ്തകം മാറി. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് പുതിയ പുസ്തകമാണ്. രസകരമായ കഥകളും പോംസും മറ്റു സ്പീച്ചസൊക്കെ ഉൾപ്പെടുന്ന രസകരമായ ഒരു പുസ്തകം, വളരെ മനോഹരമായി ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. സോ ഐ ആം നോട്ട് going to our textbook today, but I have to give you some motivation today. You are my students and we are friends and we have to chat each other, not teaching. I am chatting with you. I want to say something with you. I want to know something from you. നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ കാലങ്ങളായി നമ്മുടെ സ്കൂളുകളിൽ എല്ലാവർക്കും ഏറ്റവും പേടിപ്പെടുത്തുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. വൈ? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് everyone afraid of English? So many students are failing in English subject. Why? What is the reason? അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ കാലങ്ങളായി നമ്മൾ പറഞ്ഞു വെച്ച ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇംഗ്ലീഷ് ഈസ് വെരി സിമ്പിൾ ലാംഗ്വേജ്. വി ഹാവ് ടു അക്വയർ, we have the capacity to study English very well and speak very well and understand very well. നന്നായി പഠിക്കാനും പറയാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആത്മധൈര്യത്തിൽ സ്വന്തമായൊരു തീരുമാനം എടുത്തിട്ട്, ഞങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ് റൂമിനകത്താവുമ്പോൾ എടുക്കുന്ന ഒരു വലിയൊരു ഡിസിഷനാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ വർഷം നമുക്ക് ഓൺലൈനാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പരീക്ഷണം നടത്താം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. റെഡിയല്ലേ? ബോറടിക്കുന്നുണ്ടോ? വേണ്ട, നമുക്ക് രസകരമായി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നത്, ഈ ക്ലാസ് കേൾക്കുന്നത്
വീട്ടിനകത്തിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിനകത്തിരുന്നോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണല്ലോ അല്ലേ? ഓക്കെ. നിങ്ങളെല്ലാവരും എനിക്കൊരു സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും നോട്ട്ബുക്സ് ഇല്ലേ? നോട്ട്ബുക്ക് ഒരു പേനയും നിങ്ങളുടെ മുന്നിൽ കരുതിക്കോളൂ. എല്ലാവരും റെഡിയാണോ? എല്ലാവരും നോട്ട്ബുക്കും ഒരു പേനയും കരുതുക. ഞാൻ നിങ്ങളൊന്ന് പരീക്ഷണം നടത്താൻ പോവാണ്. അല്ലെങ്കിൽ നിങ്ങളിലുണ്ടാകുന്ന സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ചെറിയൊരു പരീക്ഷണം. നമ്മളൊക്കെ ഇംഗ്ലീഷിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. നോ, എവ്രി വൺ ക്യാൻ സ്പീക്ക്, ക്യാൻ റൈറ്റ്, ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, ഒരു ആഗോള ഭാഷയാണ്. That means it is a weapon we have to use in anywhere, everywhere, wherever we go. നമ്മൾ എവിടെ പോയാലും എപ്പോഴും എങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു ആയുധമാണ് ഇംഗ്ലീഷ്. ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് സിമ്പിളായി ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ നമ്മുടെ യാത്ര നടത്താനോ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനോ നമുക്ക് പറ്റും. when we have the capacity to speak in English. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കപ്പെടുന്ന ഭാഷ ചൈനീസാണ്. ചൈനയിൽ പോലും ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചൈനീസുകാർ പോലും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. സോ ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് വി മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. പക്ഷെ നമുക്ക് തുല്യത ഈ കാലയളവിൽ പൂർണ്ണമായി പഠിച്ചെടുക്കാനൊന്നും പറ്റില്ലെങ്കിലും നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ. ഒരു 100 ഇംഗ്ലീഷ് വാക്ക് അറിയാം എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈപൊക്കെ ഞാൻ കാണൂല കേട്ടോ. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാം, 100 ഇംഗ്ലീഷ് വാക്ക് എനിക്കറിയാം. ഒരു 100 ഇംഗ്ലീഷ് വാക്കുകൾ, വേർഡ്സ്. ഹൗ മെനി ഓഫ് യു നോ ഹൺഡ്രഡ്സ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്? എത്ര പേർക്ക് ഈ 100 ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം? ഞാൻ എല്ലാ വർഷവും പരീക്ഷണം നടത്തുന്നതാണ്. അധികം ആളുകളും ക്ലാസ്സിൽ നിന്ന് കൈപൊക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്കൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടോ? പൊക്കിക്കോളൂ. അറിയുന്നവരൊക്കെ 100 ഇംഗ്ലീഷ് വേർഡ് അറിയാമെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്ക്. കുറവാ? മടിക്കണ്ട, പൊക്കിക്കോളൂ. ഇല്ലേ? ആളില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. എന്നാൽ 50 ഇംഗ്ലീഷ് വേർഡുകൾ അറിയുന്നവരൊന്ന് കൈപൊക്ക്. അറിയില്ല? 50 അറിയില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാം. ഓക്കെ. കുറച്ച് പേർക്ക് അറിയില്ല. നിങ്ങൾക്ക് ഒരു ധൈര്യക്കുറവുണ്ട്. എന്നാൽ ഒരു 20 ഇംഗ്ലീഷ് വേർഡ് അറിയാമെന്ന് ഉറപ്പുള്ളവർ, ആർ യു ഷുവർ ഇൻ യുവർ വെക്കാബുലറി കപ്പാസിറ്റി? വാക്ക് സമ്പത്ത്, ഇംഗ്ലീഷിലെ പദങ്ങൾ ഒരു 20 എണ്ണെങ്കിലും അറിയാമെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കെ. അറിയാം അല്ലേ? എത്ര പേർക്കറിയാം? ഓക്കെ, വെരി ഗുഡ്. കുറേ പേർക്കറിയാം. ശരി, ഞാൻ എന്നാൽ നിങ്ങളോട് ഒരു വലിയ വെല്ലുവിളി എടുക്കാം. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന പഠിതാക്കളായ എല്ലാവർക്കും യു നോ മോർ ദാൻ thousands ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്. ഓക്കെ, യു ഹാവ് ദ വെൽത്ത് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്. നിങ്ങൾക്ക് ഭാഷാ സമ്പത്തുണ്ട്. ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് 1000-ലേറെ ഇംഗ്ലീഷ് വാക്ക് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാ വർഷവും നമ്മൾ ക്ലാസ് റൂമാണ് പരീക്ഷിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ ചെറിയൊരു പരീക്ഷണം നടത്താം. നിങ്ങൾ ഇരിക്കുന്ന റൂമോ വീട്ടിലകത്തുള്ള റൂമോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലോ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന ആ 4 ചുമരുകൾ മാത്രം നമുക്ക് എടുക്കാം. ആ 4 ചുമരിൻ്റെ അകത്ത്. അത് റെഡി? എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ഇയാളെന്താ പറയുന്നതെന്നാ? അല്ല, നമുക്ക് ആദ്യം ഒരു മോട്ടിവേഷൻ കിട്ടണം. ഇംഗ്ലീഷിന് ജയിക്കും, എനിക്ക് ഇംഗ്ലീഷ് കഴിയും എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇരിക്കുന്ന റൂമിൻ്റെ ആ 4 ചുമരിനകം മാത്രം, അതിന് പുറത്തേക്ക് പോകണം. ഇപ്പം ഞാനൊരു ക്ലാസ്സിനകത്താണുള്ളത്. ഈ ക്ലാസ്സിനകത്തുള്ള ഭാഗം മാത്രം ഞാൻ പരിശോധിക്കാം. ഓക്കെ, പുസ്തകം എടുത്തോ? റെഡിയാണോ? നോട്ട്ബുക്ക് എല്ലാവരും എടുത്ത് വെച്ചോളൂ, പേനയും കൈ കരുതിക്കോളൂ. ഈ 4 ചുമരിന് പുറത്തേക്ക് പോകരുത്. യു ഹാവ് ടു തിങ്ക് ഇൻസൈഡ് ദി 4 walls.
4 വാളിൻ്റെ ഉള്ളിൽ മാത്രം ചിന്തിക്കുക. ആർ റെഡി? ഓക്കെ. ആ 4 ചുമരിനകത്തുള്ള ഫർണിച്ചറാവാം, നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സാവാം, അവിടെയുള്ള മറ്റു പാർട്സ് ഓഫ് ദി ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളാവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, മറ്റു ഉപകരണങ്ങളാവാം, നമ്മുടെ ശരീരത്തിലെ ബോഡി പാർട്സ് ആവാം. ഓക്കെ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സസ് ആവാം, ഏതും ഇംഗ്ലീഷിൽ അതിന് പറയുന്ന വാക്കുകൾ ഒരു 2 മിനിറ്റ് സമയം തരാം. ആ 2 മിനിറ്റ് സമയം കൊണ്ട് അക്കമിട്ട് മാക്സിമം നിങ്ങൾക്കറിയുന്ന വാക്കുകൾ, പുറമേക്ക് പോകരുത്. ഒരിക്കലും വീടിനകത്ത് കാർ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കാറെന്ന് എഴുതാൻ പാടില്ല. ഓക്കെ, പറഞ്ഞ് മനസ്സിലായിണ്ടാവും. അപ്പോൾ നിങ്ങളിരിക്കുന്ന റൂമിനകത്തോ അല്ലെങ്കിൽ വീടിനകത്തോ ഉള്ള, ആ വീടെന്ന് മീൻസ് ആ 4 നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തിനോട് 4 ചുമര്, അവിടെ നിങ്ങൾ കാണുന്ന ഞാൻ ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങളൊന്ന് ഒരു 2 മിനിറ്റിനകം മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അത്രയും നിങ്ങളൊന്ന് എഴുതേ. 2 മിനിറ്റ് സമയം തരാം കേട്ടോ, ആലോചിക്കാനാണ്. ഒന്നുകൂടെ ഞാൻ ക്ലൂ തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബോഡി പാർട്സ് എഴുതാം, ശരീരത്തിൻ്റെ അവയവങ്ങൾ ഇംഗ്ലീഷ് എഴുതാം, ഡ്രസ്സുകളുടെ ഇംഗ്ലീഷ് എഴുതാം, നിങ്ങളെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഭാഗങ്ങൾ എഴുതാം, അവിടെ ഉണ്ടാകുന്ന ഇൻസ്ട്രുമെൻസുകൾ എഴുതാം, നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉപകരണങ്ങളായ സാധനങ്ങൾ എഴുതാം, മറ്റു വസ്തുക്കൾ എഴുതാം, എല്ലാം എഴുതാം, ഫേണിച്ചർ എഴുതാം. എല്ലാം ആലോചിച്ച് കുറഞ്ഞ സമയം കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ ശ്രമിക്കാം. മാക്സിമം എഴുതാം. പരമാവധി നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുഴപ്പമില്ല, മറ്റൊന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ സത്യസന്ധമായി എഴുതുകയും ആ 2 മിനിറ്റിനകം നിങ്ങളെ പരിശോധിക്കുകയും ചെയ്യണം. എനിക്ക് നോക്കാൻ സമയമില്ലല്ലോ, നമുക്ക് പറ്റില്ലല്ലോ. ഓക്കെ, ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തരുന്നുണ്ട്, നിങ്ങൾക്ക് എഴുതാം. ചില ക്ലൂകൾ ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണ്, കാരണം അത് വളരെ എളുപ്പമുള്ളതുകൊണ്ടാണ്. ഞാൻ ഇനി 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സൂചനയിലേക്ക് വരാം. ഓക്കെ, ആർ യു റെഡി? എന്നാ വേണ്ട, ഇത്ര മതി അല്ലേ സമയം? 2 മിനിറ്റ് വേണോ? ഇത്ര മതി. ഓക്കെ, ക്ലോസ്. പെൻ ഡൗൺ പ്ലീസ്, പെൻ ഡൗൺ. എവരിബഡി പെൻ ഡൗൺ. ഓക്കെ, ഒരു 50 വാക്ക് എഴുതിയവരുണ്ടോ? കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാവില്ല അല്ലേ, എഴുതാൻ സമയമില്ല. 25 വാക്ക് എഴുതിയവരുണ്ടോ? അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. 20, 15, 10 10ഒക്കെ എന്തായാലും എഴുതിയിട്ടുണ്ട്, നിർബന്ധമാണ്. എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ എന്തെല്ലാം ഉണ്ടാവും? നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചേ. ഓക്കെ, എന്തായാലും ഒന്ന് പറയോ? പറഞ്ഞോളൂ. ഓക്കെ, വാൾ, ചുമരിന് എന്താ പറയുക? വാൾ. ഫ്ലോർ, റൂഫ്, വെരി ഗുഡ്. ഫാൻ, ഓക്കെ. ലൈറ്റ്, ട്യൂബ്, ബൾബ്, വെരി ഗുഡ്. നിങ്ങൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻ്റ് എന്താ? പെൻ, ബുക്ക്, വെരി ഗുഡ്. ഇതൊക്കെ ഇംഗ്ലീഷാണ്. പിന്നെ എന്താ നിങ്ങൾ എഴുതിയേ? ഓക്കെ, ഡ്രസ്സ് എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ? ഷർട്ട്, പാൻസ്, ചുരിദാറൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷാണ്. ചുരിദാർ, ഓക്കെ. ഷൂ, സോക്സ്. Yeah, tell me loudly, please say loudly. Okay, very good. പിന്നെ നമ്മൾ ബോഡി പാർട്സ് പറഞ്ഞു, ഹെഡ്. എന്നിട്ട് നിങ്ങൾക്ക് 25 കിട്ടിയുള്ളൂ. നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് മാത്രം തൽക്കാലം ഞാൻ എൻ്റെ ക്ലാസ് റൂമിനകത്ത് എടുക്കാം. ഞാനൊരു ക്ലാസ് റൂമിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ റൂഫിൽ തന്നെ എന്തുണ്ടാവും? ഫാൻ, ലൈറ്റ് ആണ്, ട്യൂബ് ഓർ ബൾബ്, ഓക്കെ. സ്വിച്ച്, വയർ, പെയിൻറ്റ്, isn't it? ഫ്ലോറിൽ ടൈൽ, ഓക്കെ. വാളിൽ എന്തുണ്ടാവും? ക്ലോക്ക് ഒക്കെ ഇംഗ്ലീഷാണ്. നമ്മൾ മലയാളം പറയാറില്ല, നമ്മൾ ഇംഗ്ലീഷേ സംസാരിക്കാറുള്ളൂ. ഡ്രസ്സ് എടുത്താലോ? ഷർട്ട് എന്ന് മാത്രം പറയുമ്പോൾ
ഷർട്ടിൽ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ വേറെ ഉണ്ട്. വാട്ട് ഈസ് ദിസ് കോളർ. ഓക്കെ. പോക്കറ്റ്. വെരി ഗുഡ്. പോക്കറ്റ്. നമ്മൾ ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സാധനം ബട്ടൺ എന്ന് പറയും നമ്മൾ. ബട്ടൺ. സ്ലീവ്. കയ്യിന് സ്ലീവ്. കഫ്. ഒരുപാട് സ്റ്റിച്ച്. ഷർട്ടിനകത്ത് തന്നെ എത്ര ഇംഗ്ലീഷ് പറഞ്ഞു നമ്മൾ. പാൻസ് പറയുകയാണെങ്കിൽ അതിലുണ്ട് സിബ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, എൻ്റെ തലയിൽ ഒരു ക്യാപ്പ്. നിങ്ങൾ ഷോക്സ് ധരിച്ചവരുണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ ബോഡി പാർട്സ് എടുത്താലോ. വാട്ട് ഈസ് ദിസ് വൺ? ഹെഡ്. ദിസ് വൺ ഹെയർ. ഓക്കെ, വെരി ഗുഡ്. വാട്ട് ഇസ് ദിസ്? നെറ്റിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? ഫോർഹെഡ്. എന്താ പറയാ? ഫോർഹെഡ്. വെരി ഗുഡ്. ഐബ്രോ. ഐലിഡ്. ഐസ്. ഇവിടെ ഇതിന് ടെമ്പിൾ എന്ന് പറയും. അത് ഇയാൾക്കറിയില്ല. ടെമ്പിൾ. ഓക്കെ. നോസ്. നമ്മൾക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഭാഗം പറയാം. ചെവിക്ക് എന്താ പറയുക? ഇയർ. ചീക്ക്. ടോട്ടൽ ഭാഗത്തിന് ഫേസ്. ഹെയർ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഹെയർ. മീശയ്ക്ക് എന്താ പറയുക ഇംഗ്ലീഷിൽ? എല്ലാവർക്കും മീശ ഉണ്ടാവില്ല. ലേഡീസിന് മീശ ഉണ്ടാവോ? ഇല്ല, കുഴപ്പമില്ല. ഉള്ള ഭാഗം പറയാം നമുക്ക്. എന്താ പറയുക? മൊസ്റ്റാഷ്. താടിക്ക് ബിയേർഡ്. താടിയല്ലിന് ജോ. ഓക്കെ. നെക്ക്. ചെസ്റ്റ്. അബ്ഡമൻ. ഹാൻഡ്. കൈക്ക് ഹാൻഡ്. കൈപ്പത്തിക്ക് പാം. ഫിംഗർ. നഖം. നെയിൽ. വെരി ഗുഡ്. നെയിൽ. എത്ര വാക്കായി ഇംഗ്ലീഷ്? ഞാനിപ്പോൾ തലേന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. എത്ര വാക്കായി? കയ്യിലെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ഇംഗ്ലീഷ് വാക്ക് നമ്മൾ പറഞ്ഞു. 15ഓളം ഇംഗ്ലീഷായിപ്പോൾ. നെയിൽ. ജോയിൻ. ഓക്കെ. ഷോൾഡർ. ഓക്കെ. വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന് വേസ്റ്റ് എന്ന് പറയാം. വേസ്റ്റാണെന്ന് നമ്മൾ. ഓക്കെ. ലെഗ്. ഇങ്ങനെ പറയുകയാണ് ഒരുപാട്. ഇനി നമ്മുടെ ഇന്നർ ബോഡി പാർട്സുകളുണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ എത്രയുണ്ട്? നിങ്ങൾക്കറിയുന്ന, നമുക്കെല്ലാവർക്കും അറിയുന്ന ഹാർട്ട്, ലിവർ, ബ്ലഡ്, വെയിൻസ് ഇല്ലേ? ഒരുപാട് ഭാഗങ്ങളുണ്ട്. ബ്രെയിൻ. നമുക്ക് ഇനി തലച്ചോറിനകത്ത് അല്ലെങ്കിൽ നമ്മളെ ചെവിക്കകത്ത് ചെറിയ ഭാഗങ്ങൾ. ഇങ്ങനെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എണ്ണിയാൽ തന്നെ ഒടുങ്ങാത്ത ഇംഗ്ലീഷ്. ഇതിൻ്റെയൊക്കെ മലയാളം നിങ്ങൾക്കറിയോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു 20-30 ആയി. അതിൽ ഞാൻ പറയാത്തത് ധാരാളമുണ്ട്. എന്നെക്കാളും നിങ്ങൾക്കും അറിയാം. ഇപ്പം നമ്മളൊരു ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്തുള്ള വസ്തുക്കളെ മാത്രം. ഇനി അതിൽ തന്നെ ഒരുപാട് കളറുകൾ പറയാനുണ്ട്. നിങ്ങൾ കാണുന്ന ഈ ടേബിൾ ബ്ലൂ. മെറൂൺ കളറുണ്ട്. മെറൂൺ. വാൾ വൈറ്റ്. മേലുള്ള ടൈൽ ഓട് കാണുന്ന എങ്ങനെയാ? റെഡ്. ഓക്കെ. എൻ്റെ ഡ്രസ്സ് വൈറ്റ്. എൻ്റെ ബിയേർഡ് ബ്ലാക്ക്. കളറുകൾ ഇംഗ്ലീഷാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കെല്ലാവർക്കും ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം. ഇനി ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ വീടിന് പുറത്തിറങ്ങിയാലോ, അവിടെ സൈക്കിൾ കാണാം, കാറുണ്ടാവും, ജീപ്പ് ഉണ്ടാവും, ബസ്സിൽ തന്നെ സ്റ്റിയറിംഗ്, ഹോൺ, ഡ്രൈവർ, ടയർ. Isn't it? There's a lot of English words in our hands. നമ്മളുടെ അടുത്ത് ഒരുപാട് വാക്കുകളുണ്ട്. നിങ്ങൾക്കെല്ലാം ഇനി ആലോചിച്ചാൽ ഇനി ധൈര്യമായിട്ട് പറയാം. 100 വാക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കി. 100 ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അറിയാം. 100 അല്ല, 1000 ഇംഗ്ലീഷ് വാക്ക് അറിയാം. Then why can't you speak in English? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ? Why English became a difficult subject for you? എന്തുകൊണ്ട് പിന്നെ പല ആളുകളും പറയുന്ന പോലെ നമുക്കൊക്കെ ഇംഗ്ലീഷ് വളരെ ഡിഫിക്കൽട്ടായി, പ്രയാസമുള്ള സബ്ജക്റ്റായി? What is the reason? Lack of confidence. What is it? Lack of confidence.
We are not ready to speak. We are not ready to use English in our day-to-day life, or we don't get opportunity to use it. പല കാരണങ്ങളുണ്ടാവാം. നമുക്കതിനുള്ള ധൈര്യമില്ല, അത് ഉപയോഗിക്കാൻ നമുക്ക് അവസരം കിട്ടാത്തതാവാം. So this is your golden opportunity to study English. This is the great opportunity for you to study English, and so you try very well, and I am sure that you will acquire, you will achieve in your hard work. So I will help you to study English and to pass examination. ഓക്കെ, പരീക്ഷ പാസ്സാവുക, അത് നമ്മൾ ചിന്തിക്കേ വേണ്ട. കഴിഞ്ഞ 8 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് എല്ലാവരും ഇംഗ്ലീഷിൽ ജയിച്ചിട്ടുണ്ട്. അപൂർവം 1-2 പേരൊക്കെ തോൽക്കുന്നുള്ളൂ. പക്ഷെ ക്ലാസ് സ്ഥിരമായി കേൾക്കുകയും ക്ലാസ്സിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുകയും പറയുന്ന ഹോംവർക്ക്സ് ഒക്കെ ചെയ്യുകയും ഇംഗ്ലീഷുമായി നമ്മളെ ചാപ്റ്റേഴ്സുമായി വളരെ ക്ലോസ് കണക്ഷൻ ഉണ്ടാവുകയും ചാപ്റ്റർ വായിക്കുകയൊക്കെ ചെയ്താൽ you will easily pass English. I am sure you will pass the English examination very easily. No doubt. I am sure that. എനിക്ക് കുറേ അനുഭവം വെച്ച് പറയുന്നു, നിങ്ങളെല്ലാവരും ജയിക്കും, ആരും തോൽക്കില്ല. ബട്ട് യു ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് മീ. You have to follow my words. You have to obey my some words. എൻ്റെ കൂടെ നിൽക്കണം. You are ready. I am ready to take the charge to make you everyone pass in the examination. പരീക്ഷയിൽ നിങ്ങളെല്ലാവരും പാസ്സാക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. പകുതി നിങ്ങളാണ് ക്ലാസ് കേൾക്കേണ്ടത്, ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇത്രയും വലിയ ഇംഗ്ലീഷ് പദസമ്പത്തുണ്ടായിട്ട്, ഇത്രയും ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല? വെരി സിമ്പിൾ ആൻസർ. We have to understand the structure of the English. ഇംഗ്ലീഷിനൊരു ഘടനയുണ്ട്, ഒരു രീതിയുണ്ട്, പറയേണ്ട രൂപമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ടു അക്വയർ ദ നോളജ് ത്രൂ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലൂടെ നമുക്ക് പറയാനും സംസാരിക്കാനും എഴുതാനൊക്കെ പറ്റും. ചെറിയ സിമ്പിൾ. ആൻഡ് ഫസ്റ്റ് വൺ we have to dare to speak in English without considering our mistakes, grammatical mistakes or any other mistakes, without bothering others. They may laugh at us. Okay, no problem. I am ready. I want to speak in English. I want to understand English. So I am ready to dedicate myself. സ്വയം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ മറ്റുള്ളവർ കളിയാക്കാം, മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചേക്കാം. നോ പ്രോബ്ലം. We are ready to study, dedicate, അധ്വാനിക്കുക, പരിശ്രമിക്കുക. വലിയ പ്രസംഗമൊന്നും പറയുന്നില്ല. നമുക്ക് ഈ യൂണിറ്റിൽ കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കുക. രസകരമായൊരു കഥയാണ് പഠിക്കാനുള്ളത്. ആ കഥ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. ആ ചാപ്റ്റർ ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് ഉറപ്പായോ? കുറച്ച് വാക്കുകൾ, ഈ വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കണം. മലയാളത്തിൽ ഞാൻ ഫുട്ബോൾ കളിച്ചു. ഫസ്റ്റ് ഞാനാണ്, പിന്നെ ഫുട്ബോളാണ്, പിന്നെ കളിച്ചു എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യും. മലയാളം നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ, ഫുട്ബോൾ കളിച്ചു അല്ലേ, ഫുട്ബോൾ പ്ലേ. തെറ്റാണ്. ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറയണം. എന്താ പറയണ്ടേ? ഐ പ്ലേ ഫുട്ബോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ് അല്ലേ? ഇപ്പം നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നെങ്ങനെ പറയാം? പറഞ്ഞു നോക്കുക. നമ്മൾ എന്നൊരു ഇംഗ്ലീഷ് എന്താ പറയുക? ഞങ്ങൾ എന്നും നമ്മൾ എന്നൊക്കെ ഇംഗ്ലീഷ് എന്താ പറയുക? വി. എന്താ പറയുക? വി WE വി. സ്റ്റഡി ഇംഗ്ലീഷ് എന്നാ പറയണ്ടേ? ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. വി ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ് മലയാളത്തിലെ നേരെ തർജ്ജമ. അതല്ല എഴുതേണ്ടത്. വി സ്റ്റഡി ഇംഗ്ലീഷ്. So there is a little bit change in the structure of English than Malayalam. ഹിന്ദി മലയാളത്തിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റം. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കുറച്ച് പ്രയാസം.
മലയാളം പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രക്ചറിൽ അതിൻ്റെ ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം, നമ്മൾ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഘടനകൾ നമ്മൾ മനസ്സിലാക്കിയാൽ it is easy to study English. English is a simple language to understand, to learn and to speak. So, dear students, dear students, are you ready to study English? Yes. നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചിരിക്കും. എൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചിരിക്കും. നിങ്ങൾക്കൊക്കെ വലിയ സ്വപ്നത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, നോ പ്രോബ്ലം, റെഡിയാണ്, നമുക്ക് ജയിക്കാം. ഓക്കെ, നമ്മൾ ഒരു ഫാർമറുടെ കഥയാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. നമ്മളൊക്കെ ചില തീരുമാനങ്ങൾ, നിങ്ങളെ തീരുമാനത്തോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒരു കഥയാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലുള്ള 3 ചാപ്റ്ററുകളും. തീരുമാനങ്ങൾ അതിൻ്റെ കൃത്യസമയത്തെടുത്തിരിക്കണം, ടൈമിലി ആയിരിക്കണം തീരുമാനങ്ങൾ, അതർവൈസ് നഷ്ടം വരും. എടുക്കേണ്ട സമയത്ത് കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നമുക്ക് ചില നഷ്ടങ്ങൾ വരും, അല്ലേ? എന്തൊക്കെയാ? ഇപ്പോൾ സുനാമി വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി, നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലഡ് ഉണ്ടായി. വെള്ളം ഇറങ്ങട്ടെ എന്ന് വെച്ച് കാത്തു നിന്നോ? ഇല്ല, വെള്ളം വന്ന് തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും തീരുമാനമെടുത്തു, ഇനി വീട്ടിൽ നിന്നാൽ വീട് വെള്ളത്തിലാവും, നമുക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളാകെ എല്ലാ സാധനങ്ങളും സുരക്ഷിതമാക്കി മാറ്റിവെച്ച് നമ്മളെല്ലാം അയൽപ്പക്ക വീട്ടിലോ കുടുംബ വീടുകളിലോ മറ്റ് അഭയകേന്ദ്രങ്ങളിലോ പോയി. പല ആളുകളും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മൾ അപ്പം എടുക്കേണ്ട തീരുമാനം നമ്മൾ അപ്പം എടുക്കണം, ഡിസിഷൻ. അങ്ങനെ യുക്തിഭദ്രമായി സഡൻ ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. അത് നമ്മൾക്ക് അത് ആർജിച്ചെടുക്കേണ്ട കഴിവാണ്. So dear students, here is a great interesting story of a farmer and his son. They took a great decision in their life to save their neighbors, the villagers. നമ്മുടെ ഈ ഒരു കഥ നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയിലെ the hero or the protagonist എന്നൊക്കെ പറയാം, the main character of the story, a farmer and his son, അച്ഛനും മകനും ടേക്ക് എ ഗ്രേറ്റ് ഡിസിഷൻ ഇൻ ദെയർ ലൈഫ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു തീരുമാനം അവരെടുത്തു. ടു സേവ് ദ ലൈഫ് ഓഫ് ദ വില്ലേജേഴ്സ്, ദെയർ നൈബേഴ്സ്. അവരുടെ ഗ്രാമീണരായ അവരുടെ അയൽപ്പക്കക്കാരുടെ ജീവൻ രക്ഷിക്കാനെടുത്ത വലിയൊരു രസകരമായ ഒരു സ്റ്റോറിയാണ്, ഒരു തീരുമാനത്തെടുത്ത സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സ്റ്റോറി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. I hope you are enjoying my class. If you have any doubts, you have to ask me. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എൻ്റെ നമ്പർ കോർഡിനേറ്റർ നിങ്ങൾക്ക് നൽകും. സോ ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ, ലെറ്റ് മീ ക്ലോസ് ഇറ്റ് എ ഡേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റ് നമുക്ക് ആരംഭിക്കണം. നിങ്ങൾക്കെല്ലാവരും കോർഡിനേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൈപ്പറ്റണം. നിർബന്ധമായി ഇംഗ്ലീഷിന് ടെക്സ്റ്റ് നിങ്ങളുടെ കൂടെ വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഹോംവർക്ക്സ് ആ ഭാഗങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പരമാവധി ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റും. മറ്റ് ഗ്രാമറ്റിക്കൽ ലാംഗ്വേജൊക്കെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, അത് സംസാരിച്ച് ശരിയാക്കാനുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ജയിക്കാൻ പറ്റും. ഐ ഗിവ് യു എ ഗ്യാരണ്ടി. നിങ്ങളെല്ലാവരും പരീക്ഷ ജയിച്ചു കഴിഞ്ഞു. ബട്ട് എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ, ഒറ്റ കണ്ടീഷനുള്ളൂ. എന്താ അത്? നിങ്ങൾ ക്ലാസ് കേൾക്കണം. ഇനി റെഗുലർ ക്ലാസ് ആരംഭിച്ചാൽ കൃത്യമായി ക്ലാസ്സിൽ വരണം. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ജയിച്ചിരിക്കും, അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് മൈ ക്ലാസ് ഹിയർ. ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് ആഫ്റ്റർനൂൺ.